ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। നേരത്തെയുള്ള ഭാഗങ്ങൾ തീർന്നു. ഇപ്പോൾ പുതിയത് ഫോട്ടോസ് എടുത്തിട്ടിട്ടതാണ്. सूत उवाच एवं निशम्य भगवान् देवर्षिर्जन्म कर्म च भूय पप्रच्छ तं ब्रह्मन् व्यासा सत्यवती सुतः। सूत उवाच एवं निशम्य भगवान् देवर्षिर्जन्म कर्म च भूयः पप्रच्छ तं ब्रह्मन् व्यास सत्यवती सुतः। सूत उवाच एवं निशम्य भगवान् देवर्षिर्जन्म कर्म च भूय पप्रच्छ तं ब्रह्मन् व्यास सत्यवती सुतः। हरे कृष्ण। ഓക്കെ, ചൊല്ലുന്നവർ നമുക്ക് എല്ലാവർക്കും 2 പ്രാവശ്യം ചൊല്ലാം. സ്ക്രീന് കാണാലോ അല്ലെ? എല്ലാവർക്കും കാണാലോ സ്ക്രീന്? ഓക്കെ. ओम नमो भगवते वास ओके ओम नमो भगवते वासुदेवाय। सूत उवाच एवं निशम्य भगवान् देवर्षिर्जन्म कर्म च भूयः पप्रच्छ तं ब्रह्मन् व्यासा सत्यवती सुतः। सूत उवाच एवं निशम्य भगवान् देवर्षिर्जन्म कर्म च भूय पप्रच्छ तं ब्रह्मन् व्यासा सत्यवती सुतः। हरे कृष्ण हरे कृष्ण हरे कृष्ण हरे कृष्ण। एवं निशम्य भगवान् देवर्षिर्जन्म कर्म च भूय प्रपच्छ तं। हरे कृष्ण। ഒരാളെ ചൊല്ലിക്കൊള്ളു. രമണി മാതാജി. ഹരേ കൃഷ്ണ മാതാജി ചൊല്ലിക്കൊള്ളു. हरे कृष्ण प्रभुजी। ओम नमो भगवते वासुदेवाय। सूत उवाच एवं निशम्य भगवान् देवर्षिर्जन्म कर्म च भूय प्रपच्छ तं ब्रह्मन् व्यासा सत्यवती सुधा। हरे कृष्ण। हरे कृष्ण माताजी। सुवर्ण प्रभा माताजी। हरे कृष्ण माताजी।
മാതാജി തിരിച്ചെത്തിയോ? പുറത്താ? ഓക്കെ. ശ്രീജ വിജി മാതാജി, ഹരേ കൃഷ്ണ മാതാജി, ചൊല്ലിക്കോളൂ മാതാജി. അനിതാണ് കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ആർക്കും? കേക്കാം കേക്കാം പ്രഭുജി. അല്ല, ആരും ഒന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ വെച്ച് ഞാനൊക്കെ പ്രശ്നം. ഓക്കെ, ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷിർജന്മ കർമ്മ ച ഭൂയഃ പപ്രച്ഛ തം ബ്രഹ്മൻ വ്യാസഃ സത്യവതി സുതഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശാരദാജി നമ്പൂതിരി മാതാജി, ഹരേ കൃഷ്ണ മാതാജി, ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷിർജന്മ കർമ്മ ച ഭൂയഃ പപ്രച്ഛ തം ബ്രഹ്മൻ വ്യാസഃ സത്യവതി സുതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സുവർണപ്രഭ മാതാജി, ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷിർജന്മ കർമ്മ ച ഭൂയ പപ്രച്ഛ തം ബ്രഹ്മൻ വ്യാസഃ സത്യവതി സുതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ശ്രീജ വിജി മാതാജി, ഹരേ കൃഷ്ണ മാതാജി, ചൊല്ലിക്കോളൂ. അൺമ്യൂട്ട് ചെയ്തോളൂ. ശ്രീജ വിജി മാതാജി. ശാദിദേവി അമ്മ മാതാജി, ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷിർജന്മ കർമ്മ ച ഭൂയഃ പപ്രച്ഛ തം ബ്രഹ്മൻ വ്യാസഃ സത്യവതി സുതഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. മാലതി മാതാജി, ഹരേ കൃഷ്ണ മാതാജി, ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷിർജന്മ കർമ്മ ച ഭൂയഃ പപ്രച്ഛ തം ബ്രഹ്മൻ വ്യാസഃ സത്യവതി സുതഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. രാമചന്ദ്ര പ്രഭു, ഹരേ കൃഷ്ണ പ്രഭു, ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷിർജന്മ കർമ്മ ച ഭൂയഃ പപ്രച്ഛ തം ബ്രഹ്മൻ വ്യാസഃ സത്യവതി സുതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പത്മകുമാരി മാതാജി, ഹരേ കൃഷ്ണ മാതാജി, ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം നിശ്യം സൂത ഉവാച ഏവം നിശ്യമ്യ ഭഗവാൻ ദേവർഷിർജന്മ കർമ്മ ച ഭൂയഃ പപ്രച്ഛ തം ബ്രഹ്മൻ വ്യാസഃ സത്യവതി സുതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബിന്ദു ഭവാനി അമ്മ മാതാജി, ഹരേ കൃഷ്ണ മാതാജി, ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷിർജന്മ കർമ്മ ച ഭൂയഃ പപ്രച്ഛ തം ബ്രഹ്മൻ വ്യാസഃ സത്യവതി സുതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സിന്ധു മാതാജി, ഹരേ കൃഷ്ണ മാതാജി, ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ഏവം നിശ്യമ്യ ഭഗവാൻ ദേവർഷേ ജന്മ കർമ്മ ച ഭൂയ പപ്രച്ഛ തം ബ്രഹ്മൻ വ്യാസഃ സത്യവതി സുതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാരതി അമ്മ മാതാജി, ഹരേ കൃഷ്ണ മാതാജി, ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷിർജന്മ കർമ്മ ച ഭൂയ പപ്രച്ഛ തം ബ്രഹ്മൻ വ്യാസഃ സത്യവതി സുതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മല്ലിക മാതാജി, ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം നിശമ്യ ഭഗവാൻ
देवर्षेर्जन्म कर्म च भूय पप्रच्छतं ब्रह्मन् व्यास सत्यवती सुधा। हरे कृष्ण प्रभु। हरे कृष्ण माताजी, हरे कृष्ण। तंगमणि माताजी, हरे कृष्ण माताजी, चलिए करो। हरे कृष्ण प्रभु जी। हाँ चलिए। ओम नमो भगवते वासुदेवाय। सूत उवाच एवं निशम्य भगवान् देवर्षेर्जन्म कर्म च भूय पप्रच्छ तं ब्रह्मन् व्यासः सत्यवती सुतः। हरे कृष्ण। हरे कृष्ण माताजी। अनिता कुमारी माताजी, हरे कृष्ण माताजी, चलिए करो माताजी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। सूत उवाच एवं निशम्य भगवान् देवर्षिर्जन्म कर्म च भूय पप्रच्छ तं ब्रह्मन् व्यासः सत्यवती सुतः। हरे कृष्ण प्रभु जी। हरे कृष्ण माताजी। शोभा पृथ्वी माताजी, हरे कृष्ण माताजी, चलिए करो। हरे कृष्ण प्रभु जी। चलिए करो। ओम नमो भगवते वासुदेवाय। सूत उवाच एवं निशम्य भगवान् देवर्षेर्जन्म कर्म च भूय पप्रच्छ तं ब्रह्मन् व्यासा सत्यवती सुधा। हरे कृष्ण प्रभु जी। हरे कृष्ण माताजी। राजी माताजी, हरे कृष्ण माताजी, चलिए करो माताजी। हरे कृष्ण प्रभु जी। चलिए ओम करो। नमो भगवते वासुदेवाय। सूत उवाच एवं निशम्य भगवान् देवर्षे जन्म कर्म च भूय पप्रच्छ तं ब्रह्मन् व्यास सत्यवती सुतः। हरे कृष्ण प्रभु जी। हरे कृष्ण माताजी। विशालाक्षी माताजी, हरे कृष्ण माताजी, चलिए करो। हरे कृष्ण प्रभु जी। ओम हाँ, नमो चलिए। भगवते वासुदेवाय। सूत उवाच एवं निशम्य भगवान् देवर्षेर्जन्म कर्म च भूय पप्रच्छ तं ब्रह्मन् व्यासः सत्यवती सुतः। हरे कृष्ण। हरे कृष्ण माताजी। रमाबाई माताजी, हरे कृष्ण माताजी, हरे कृष्ण प्रभु जी। ओम चलिए करो। नमो भगवते वासुदेवाय। सूत उवाच एवं निशम्य भगवान् देवर्षिर्जन्म कर्म च भूय पप्रच्छ तं ब्रह्मन् व्यास सत्यवती सुतः। हरे कृष्ण प्रभु जी। हरे कृष्ण माताजी। वत्सला गोपाल माताजी, हरे कृष्ण माताजी, चलिए करो। हरे कृष्ण प्रभु जी। चलिए करो। ओम नमो भगवते वासुदेवाय। सूत उवाच एवं निशम्य भगवान् देवर्षेर्जन्म कर्म च भूय पप्रच्छ तं ब्रह्मन् व्यासः सत्यवती सुतः। हरे कृष्ण। हरे कृष्ण माताजी। सीतारामन माताजी, हरे कृष्ण माताजी, चलिए करो। हरे कृष्ण प्रभु जी। ओम चलिए। नमो भगवते वासुदेवाय। एवं निशम्य भगवान् देवर्षि जन्म कर्म च भूयं पप्रच्छ तं ब्रह्मन् व्यासः सत्यवती सुतः। हरे कृष्ण प्रभु जी। हरे कृष्ण। गिरिजा माताजी, हरे कृष्ण माताजी, चलिए करो। हरे कृष्ण प्रभु जी। ओम चलिए। नमो भगवते वासुदेवाय। एवं निशम्य भगवान् देवर्षिर्जन्म कर्म च भूय पप्रच्छ तं ब्रह्मन् व्यासः सत्यवती सुतः। हरे कृष्ण प्रभु जी। हरे कृष्ण माताजी। ശ്ലോകത്തിന്റെ പദാനുപദാർത്ഥം വിവർത്തനം നോക്കാം. സൂത ഉവാച, സൂത അരുളി ചെയ്തു, ഏവം അപ്രകാരം നിശമ്യ ശ്രവിക്കുന്നു ഭഗവാൻ, ഭഗവാന്റെ ശക്തിമത്തായ അവതാരം, ദേവർഷി ദേവന്മാരിൽ ശ്രേഷ്ഠ ഋഷിയുടെ ജന്മ ജനനം, കർമ്മ പ്രവൃത്തി, ച ഭൂയ വീണ്ടും, പപ്രജ അന്വേഷിച്ചു, തം അദ്ദേഹത്തിന്റെ, ബ്രഹ്മൻ അല്ലയോ ബ്രാഹ്മണരെ, വ്യാസ വ്യാസദേവ, സത്യവതി സുത സത്യവതിയുടെ പുത്രൻ. വർത്തനം ഭാവാർത്ഥം എസ് ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ശ്രീ സൂതൻ അരുളി ചെയ്തു, അല്ലയോ ബ്രാഹ്മണരെ, ഇങ്ങനെ ശ്രീ നാരദന്റെ ജന്മത്തെയും കർമ്മത്തെയും കുറിച്ച് സർവ്വതും ശ്രവിച്ച ഭഗവത് അവതാരവും സത്യവതി സുതനുമായ ശ്രീ വ്യാസദേവൻ ഇപ്രകാരം അന്വേഷിച്ചു.
ഇപ്രകാരം അന്വേഷിച്ചു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ചെറിയ ഭാവാർത്ഥാണ്, ഞാൻ വായിക്കാം. ശ്രീ വ്യാസദേവൻ നാരദമുനിയുടെ പരിപൂർണ സാക്ഷാത്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പരമ ജിജ്ഞാസുവാകിയാൽ അദ്ദേഹം അധികതരമായി നാരദനെ കുറിച്ച് ഗ്രഹിക്കാൻ അഭിലഷിച്ചു. ഭഗവത് വിയോഗം എന്ന അതീന്ദ്രിയ ധ്യാനത്തിൽ നിമഗ്നനായിരുന്ന വേളയിലും എപ്പോൾ അദ്ദേഹത്തിന് അത് അത്യധികം വേദനാജനകമായി തീരുന്നുവോ അപ്പോൾ ഭഗവാനുമായി ഒരു ഹ്രസ്വ സന്ദർശനം ആർജിച്ച് എടുക്കാൻ അദ്ദേഹത്തിന് എപ്രകാരമാണ് പ്രാപ്തി ഉണ്ടാകുന്നതെന്ന് ഈ അധ്യായത്തിൽ നാരദൻ വിശദീകരിക്കുന്നു. ഇവിടെ സൂത ഗോസ്വാമി പറയുന്നതായിട്ടാണ് അല്ലെ, ശൗനകാദി ഋഷികളോട് പറയുന്നതാണ് അല്ലെ. നേരത്തെ നമ്മൾ കണ്ടു, നാരദമുനി അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അത് കൂടുതലായി എന്താണ് അറിയാനായിട്ട് ഇവിടെ പറയുന്നത് അല്ലെ. അല്ലയോ ബ്രാഹ്മണരെ, ഇങ്ങനെ നാരദന്റെ ജന്മത്തെയും കർമ്മത്തെയും കുറിച്ച് സർവ്വതും ശ്രമിച്ച ഭഗവത് അവതാരവും സത്യവതി സുതനുമായ ശ്രീ വ്യാസദേവൻ ഇപ്രകാരം അന്വേഷിച്ചു. ഇനി കൂടുതലായിട്ട് എങ്ങനെയാണ് അങ്ങേക്ക് ഭഗവത് സാക്ഷാത്കാരം ലഭിച്ചത്, അതിനെക്കുറിച്ചൊക്കെ പൂർണ്ണമായിട്ട് അറിയാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറയുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ വ്യാസദേവന്റെയും ഗുരുവാണ് ശ്രീ നാരദമുനി അല്ലെ. നാരദമുനി രണ്ടുപേരും ഭഗവാന്റെ അവതാരം തന്നെയാണ്. വ്യാസദേവൻ ഭഗവാന്റെ അവതാരമാണ്, നാരദമുനിയും ഭഗവാന്റെ അവതാരം തന്നെയാണ് അല്ലെ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മുഖം കരോതി വാചാലം പങ്കും ലങ്കായതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനധാരിണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യ ഈശ്വരം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാരേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ प्रभुपाद की जय महाराज की जयंती गौर प्रेमानंद हरे हरे कृष्ण. ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീ പ്രഭുപാദർ പറഞ്ഞു, ശ്രീ വ്യാസദേവൻ നാരദമുനിയുടെ പരിപൂർണ സാക്ഷാത്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പരമ ജിജ്ഞാസുവാകിയാൽ അദ്ദേഹം അധികതരമായി നാരദനെ കുറിച്ച് ഗ്രഹിക്കാൻ അഭിലഷിച്ചു. ഭഗവത് വിയോഗം എന്ന അതീന്ദ്രിയ ധ്യാനത്തിൽ നിമഗ്നനായിരിക്കുന്ന വേളയിലും എപ്പോൾ അദ്ദേഹത്തിന് അത് അത്യധികം വേദനാംശരമായി തീർന്നുവോ അപ്പോൾ ഭഗവാനുമായി ഒരു ഹ്രസ്വ സന്ദർശനം ആർജിച്ച് എടുക്കാൻ അദ്ദേഹത്തിന് എപ്രകാരമാണ് പ്രാപ്തി ഉണ്ടാകുന്നത് ഈ അധ്യായത്തിൽ നാരദൻ വിശദീകരിക്കുന്നു. നാരദമുനിക്ക് എന്താണ് ദാസ്യപുത്രനായിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് ആ ബ്രാഹ്മണർക്കൊക്കെ സേവനങ്ങൾ ചെയ്തു അല്ലെ, ഭക്തി വേദാന്തികൾക്കൊക്കെ സേവനം ചെയ്തു അല്ലെ, അവരിൽ നിന്ന് ഭഗവാനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അല്ലെ. അപ്പൊ അത് പ്രകാരം നാരദമുനി പിന്നീട് കാട്ടിലേക്ക് പോകും, ഭഗവാനെ ധ്യാനിക്കും, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇനി വരുന്ന ഭാഗങ്ങളിലൊക്കെ പഠിക്കും. പിന്നീട് അദ്ദേഹത്തിന്റെ മാതാവിനെ ഭഗവാൻ തിരിച്ചു ഭഗവത് ധാമത്തിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. ആ ദാസ്യപുത്രന് അദ്ദേഹത്തിന് 2 പേര് മാത്രമേ ഉണ്ടായിരുന്നു അല്ലെ, അമ്മയും മകനും. അപ്പൊ ആ മകനെ കൂടുതലായിട്ട് ഭക്തിയൊക്കെ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ആ അമ്മയെ ഭഗവാൻ വേഗത്തിൽ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അതൊക്കെ നമ്മൾ അടുത്ത് വരുന്ന ശ്ലോകങ്ങളിലൊക്കെ ആയിട്ട് കൂടുതലായിട്ട് പഠിക്കും. നമുക്ക് അടുത്ത ഒരു ശ്ലോകം കൂടി നോക്കാം.
രണ്ടാമത്തെ ശ്ലോകം. വ്യാസ ഉവാച വിഷുഭിർവിപ്ര വസിതേ വിജ്ഞാനേദിഷ്ടഭിസ്തവാ വർത്തമാനോ വയസ്യോദ്യ തഥാ കിമകരോത് ഭവാൻ. വ്യാസ ഉവാച വിഷുഭിർവിപ്ര വസിതേ വിജ്ഞാനാദിഷ്ടഭിസ്തവാ വർത്തമാനോ വയസ്യോദ്യ തഥാ കിമകരോത് ഭവാൻ. വ്യാസ ഉവാച വിഷുഭിർവിപ്ര വസിതേ വിജ്ഞാനോത്തിഷ്ടവിസ്തവാ വർത്തമാനോ വയസ്യാദ്യേ തഥാ കിമകരോത് ഭവാൻ. ശ്രീ വ്യാസദേവൻ ചോദിച്ചു, പൂർവജന്മത്തിൽ താങ്കൾക്ക് ശാസ്ത്രീയമായ അതീന്ദ്രിയ ജ്ഞാനം ഉപദേശിച്ച ശ്രേഷ്ഠരായ ഋഷിവര്യന്മാരുടെ പ്രയാണത്തിന് ശേഷം താങ്കൾ എന്ത് ചെയ്തു? ഭാവാർത്ഥം ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. വ്യാസദേവൻ ശ്രീ നാരദമുനിയുടെ ശിഷ്യനാണ്. ആകയാൽ ആത്മീയ ആചാര്യന്മാരിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച ശേഷം ശ്രീ നാരദൻ എന്ത് ചെയ്തുവെന്ന് ശ്രവിക്കാൻ ഉത്സുകനായത് സ്വാഭാവികമാണ്. അതേ പരിപൂർണ ആത്മസാക്ഷാത്കാര ജീവിതം പ്രാപ്തമാക്കാനായി ശ്രീ വ്യാസദേവൻ ശ്രീ നാരദന്റെ കാലടികളെ പിന്തുടരാൻ അഭിലഷിച്ചു. ആത്മീയ ആചാര്യനിൽ നിന്നും അന്വേഷിച്ചറിയാനുള്ള ആഗ്രഹം അത്യന്താപേക്ഷിതമാണെന്ന് ഈ പ്രക്രിയയെ ശാസ്ത്രീയമായി സദ്ധർമ്മ പ്രച്ഛ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇവിടെ വ്യാസദേവൻ ചോദിക്കുന്നു അല്ലെ, പൂർവ്വജന്മത്തിൽ താങ്കൾ ശാസ്ത്രീയമായ അതീന്ദ്രിയ ജ്ഞാനം ഉദ്ദേശിച്ച ശ്രേഷ്ഠ ഋഷിവര്യന്മാരുടെ പ്രയാണത്തിന് ശേഷം താങ്കൾ എന്താണ് ചെയ്തിട്ടുള്ളത്? പ്രഭുപാദർ ഇവിടെ പറയുന്നു, വ്യാസദേവൻ ശ്രീ നാരദമുനിയുടെ ശിഷ്യനാണ്. ആകയാൽ ആത്മീയ ആചാര്യന്മാരിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച ശേഷം ശ്രീ നാരദൻ എന്ത് ചെയ്തുവെന്ന് ശ്രവിക്കാൻ ഉത്സുകനായത് സ്വാഭാവികമാണ്. അതേ പരിപൂർണ ആത്മസാക്ഷാത്കാര ജീവിതം പ്രാപ്തമാക്കാനായി ശ്രീ വ്യാസദേവൻ ശ്രീ നാരദന്റെ കാലടികളെ പിന്തുടരാൻ അഭിലഷിച്ചു. ആത്മീയ ആചാര്യനിൽ നിന്നും അന്വേഷിച്ചറിയാനുള്ള ആഗ്രഹം അത്യന്താപേക്ഷിതമാണ്. ഈ പ്രക്രിയയെ ശാസ്ത്രീയമായി സദ്ധർമ്മ പ്രച്ഛ എന്ന് വിശേഷിപ്പിക്കും. നമ്മളെ ഗുരുവിൽ നിന്നും ഭക്തിയുത സേവനത്തിന്റെ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കണം അല്ലെ. അപ്പൊ നാരദമുനി വ്യാസദേവന്റെ ഗുരുവാണ് അല്ലെ. വ്യാസദേവൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അല്ലെ, കൃഷ്ണദ്വൈപായന വ്യാസൻ. എങ്കിലും ആ നാരദമുനി തന്റെ ഗുരുവായിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഭക്തിയുത സേവന പ്രക്രിയയെ കുറിച്ചിട്ട് അല്ലെ, ആ നാരദമുനിയുടെ സ്വന്തം അനുഭവത്തെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ചോദിച്ചറിയും അല്ലെ. പിന്നെ വരുന്ന ശ്ലോകങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കും. നമുക്ക് ഇന്ന് വേറെ 2 വിശേഷങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഏകാദശിയാണ് അല്ലെ. ഏകാദശിയെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഏകാദശി ഇന്നത്തെ ഏകാദശി പവിത്രോപന ഏകാദശിയാണ്. അതിന്റെ ആ മഹാത്മ്യത്തെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. പവിത്രോപന ഏകാദശിയുടെ മഹാത്മ്യം ഭവിഷ്യപുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും യുധിഷ്ഠിര മഹാരാജാവും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ വിവരിച്ചിരിക്കുന്നു. ഒരിക്കൽ യുധിഷ്ഠിര രാജാവ് ഭഗവാൻ കൃഷ്ണനോട് ആരാഞ്ഞു, അല്ലയോ മധുസൂദന, മധു എന്ന അസുരൻ അന്താവായവനെ ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ നാമം എന്താണ്? ഈ ഏകാദശിയുടെ മഹാത്മ്യത്തെ പറ്റി ദയവായി വിവരിച്ചാൽ. ശ്രീകൃഷ്ണ ഭഗവാൻ മറുപടിയോതി, അല്ലയോ രാജാവേ, പവിത്രമായ ഈ ഏകാദശിയുടെ നാമം പവിത്രോപാന ഏകാദശി എന്നാകുന്നു. ഇപ്പോൾ ഒരുവന്റെ സർവ്വവിധ പാപപ്രതികരണങ്ങളെയും നശിപ്പിക്കുന്ന ഏകാദശിയുടെ വിശദാംശങ്ങളെ കുറിച്ച് കേൾക്കുക.
ഈ ഏകാദശിയുടെ മഹാത്മ്യത്തെ പറ്റി കേൾക്കുന്നതിലൂടെ ഒരുവന് വാജ്പേയ യജ്ഞം അനുഷ്ഠിച്ച ഫലം ലഭിക്കുന്നു. ദ്വാപരയുഗത്തിലെ ആരംഭകാലത്തിൽ മഹിഷ്മതിപുരി എന്ന രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു മഹീചിത്ത്. പുത്രഭാഗ്യമില്ലാത്തതിനാൽ അതീവ ദുഃഖിതനായ രാജാവ് വളരെ അസന്തുഷ്ടനായി തന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റി വന്നു. അനേക വർഷങ്ങളായി പല പരിശ്രമങ്ങൾ നടത്തിയിട്ടും തനിക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്ന ഒരു തങ്കക്കുടത്തിനെ അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഒരു നാൾ തന്റെ ദയനീയമായ ഈ അവസ്ഥയെ മനസ്സിലാക്കിയ രാജാവ് താൻ സന്താനങ്ങളെ എന്ന പോലെ പരിപാലിച്ചിരുന്ന പ്രജകളെ വിളിച്ചു വരുത്തി രാജസഭയിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു: എന്റെ പ്രിയപ്പെട്ട പ്രജകളെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള പാപപ്രവൃത്തികളും ചെയ്തിട്ടില്ല. അനധികൃതമായ രീതിയിൽ രാജഖജനാവ് നിറച്ചിട്ടില്ല. ബ്രഹ്മസ്വമോ ദേവസ്വമോ ഞാൻ കൊള്ളയടിച്ചിട്ടില്ല. മറിച്ച് ഞാൻ ഈ ലോകം കീഴടക്കിയത് ന്യായധർമ്മം അനുസരിച്ചാണ്. ഞാൻ നിങ്ങളെ ഏവരെയും എന്റെ മക്കളെ പോലെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ ബന്ധുജനങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ പോലും മുഖം നോക്കാതെ തക്ക ശിക്ഷ നൽകുന്ന ആളാണ് ഞാൻ. ശത്രുവായി വരുന്നവൻ പുണ്യാത്മാവും സൗമ്യശീലനുമാണെങ്കിൽ അങ്ങനെയുള്ള ഒരുവന് എല്ലാവിധത്തിലുള്ള ബഹുമാനവും നൽകുന്നവനാണ് ഞാൻ. രാജാവ് തന്റെ ഉപദേശകരായ ബ്രാഹ്മണരോട് ഇപ്രകാരം ആരാഞ്ഞു: അല്ലയോ ബ്രാഹ്മണരെ, ധാർമ്മികമായ പാതയിൽ ചരിക്കുന്ന ഞാൻ സന്താനരഹിതനാണ്. ഇതിനു പിന്നിലെ കാരണത്തെക്കുറിച്ച് ദയവായി പുനർനിശ്ചിന്തനം ചെയ്തു എനിക്ക് തക്കതായ ഉപദേശം മരളിയാലും. രാജാവ് യാതൊരു വിധത്തിലുള്ള പാപങ്ങൾ ചെയ്തായിട്ട് രാജാവിന് അറിയില്ല അല്ലെ, എങ്കിലും അദ്ദേഹത്തിന് പുത്രഭാഗ്യം ഉണ്ടായില്ല. രാജാവിന്റെ ഈ വിലാപം കേട്ട് ബ്രാഹ്മണ ഉപദേഷ്ടാക്കൾ കാര്യത്തെ ഗൗരവകരമായി അവലോകനം ചെയ്തു. അദ്ദേഹത്തിന്റെ ക്ഷേമത്തിനായി അവർ തന്നെ വനാന്തരത്തിൽ പോയി അവിടെ വസിക്കുന്നവരും ഭൂതഭാവി വർത്തമാന കാലങ്ങളെ ശരിയാവണ്ണം ഗ്രഹിക്കാൻ കഴിവുള്ളവരുമായ മഹർഷിവര്യന്മാരെ സന്ദർശിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ മഹർഷിവര്യന്മാരെ സന്ദർശിക്കാനായി ആരണ്യത്തിലേക്ക് പുറപ്പെട്ടു. അപ്രകാരം വനാന്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ അവർ അനേകം ആശ്രമങ്ങളെയും സാധുക്കളെയും സന്ദർശിച്ചു. അവസാനം അവർ കഠിനമായ തപസ്സുകൾ അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ലോമശ മഹർഷിയെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ ദേഹം ആത്മീയ തേജസ്സിനാൽ ജ്വലിക്കുന്നതും ആനന്ദമയമായിരുന്നു. ഉപവാസവ്രതം അദ്ദേഹം കർശനമായി പാലിച്ചു വന്നിരുന്നു. ആത്മനിയന്ത്രണം ഉള്ളവനും ശാശ്വതമായ ധർമ്മ തത്വശാസ്ത്രങ്ങളെ നന്നായി അറിയുന്നവനും വേദശാസ്ത്ര വിശാരദനുമായിരുന്നു അദ്ദേഹം. ബ്രഹ്മാവിന്റെ ആയുഷ്കാലത്തോളം ജീവിത ദൈർഘ്യമുള്ള അദ്ദേഹം മഹാ തേജസ്വിയായ ഒരു സാധുവായിരുന്നു. ബ്രഹ്മാവിന്റെ ഒരു കൽപ്പം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ദേഹത്തിൽ നിന്നും ഒരു മുടി ലോമം കൊഴിഞ്ഞു പോകുമായിരുന്നു. അതിനാൽ അദ്ദേഹത്തെ ലോമശൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ലോമശ മഹർഷി ഭൂതഭാവി വർത്തമാന കാലങ്ങളെ അറിയുന്നവനാണ്. ആ മഹർഷിയുടെ അലൗകിക തേജസ്സിനാൽ ആകൃഷ്ടരായ ബ്രാഹ്മണർ അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിച്ചു. അതിനുശേഷം താഴ്മയോടെ അദ്ദേഹത്തോട് ഇപ്രകാരം ഉര ചെയ്തു: അല്ലയോ മഹർഷി, ഞങ്ങളുടെ ഭാഗ്യാതിരേകത്താൽ ആണ് അങ്ങയെപ്പോലുള്ള ഒരു മഹാത്മാവിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത്. ലോമശ മഹർഷി ആരാഞ്ഞു: നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇപ്രകാരം പുകഴ്ത്തുന്നത്? ബ്രാഹ്മണർ മറുപടി എഴുതി: അല്ലയോ മഹർഷി, ഞങ്ങൾ ഇവിടെ വന്നത് ഒരു വലിയ ധർമ്മസങ്കടത്തിന് പരിഹാരം കണ്ടെത്താനായിട്ടാണ്. അല്ലേ പ്രഭു, ഞങ്ങളുടെ രാജാവായ മഹീചിത്തിന് പുത്രഭാഗ്യമില്ല. ഞങ്ങളെ സ്വന്തം സന്താനങ്ങളെ പോലെ പരിപാലിക്കുന്ന രാജാവിന്റെ ഉത്കടമായ വ്യത കണ്ട് ഞങ്ങളും വ്യതിത ഹൃദയരായി തീർന്നിരിക്കുന്നു. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഞങ്ങളുടെ രാജാവിന് ഒരു പുത്രനെ ലഭിക്കുന്നതിനുള്ള മാർഗം ദയവായി ഉപദേശിച്ചാലും. ബ്രാഹ്മണരുടെ ഹൃദയപൂർവമായ പ്രാർത്ഥനകൾ ശ്രവിച്ച ലോമശ മഹർഷി ഒരു നിമിഷ നേരത്തേക്ക് ധ്യാനത്തിലാണ്ടു. ഇപ്രകാരം അദ്ദേഹത്തിന് രാജാവിന്റെ പൂർവ്വജന്മത്തെ പറ്റി ഉടനടി ഗ്രഹിക്കാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞു: ഈ രാജാവ് തന്റെ കഴിഞ്ഞ ജന്മത്തിൽ വൈശ്യനായിരുന്നപ്പോൾ ഒരു പാപം പ്രവർത്തിച്ചിരുന്നു. തന്റെ വ്യാപാരത്തിനായി ഗ്രാമങ്ങൾ തോറും യാത്ര ചെയ്ത അദ്ദേഹം ദാഹത്താൽ പരവശനായി തീർന്നു. ശ്രാവണ മാസത്തിലെ 12 ദിവസം മധ്യാഹ്ന സമയമായിരുന്നു അത്. ഉടൻ തന്നെ മനോഹരമായ ഒരു തടാകം അദ്ദേഹം കണ്ടെത്തുകയും അതിൽ നിന്നും ജലപാനം ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതേ സമയത്തിൽ ഒരു പശുവും അതിന്റെ നവജാതനായ പശുക്കിടാവും ദാഹമകറ്റാനായി അവിടെ വന്നു ചേർന്നു. പശു ജലപാനം ചെയ്യാൻ തുടങ്ങിയതും വ്യാപാരി അതിനെ ആട്ടി ഓടിച്ചിട്ട് സ്വയം ജലപാനം ചെയ്യാൻ തുടങ്ങി. അപ്രകാരം ദാഹിച്ചു വലഞ്ഞ പശുവിനെ ജലപാനം ചെയ്യുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തിയതിലൂടെ വ്യാപാരി അപരാധം ചെയ്തു. ഇക്കാരണത്താലാണ് അനേകം പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിലും മഹീചിത്ത് രാജാവിന് പുത്രഭാഗ്യം ഇല്ലാതായത്. ഭഗവാന്റെ പ്രിയപ്പെട്ടതാണ് പശുക്കൾ അല്ലെ. നമ്മൾ ഭഗവാന്റെ പ്രണാമ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ പറയില്ലേ: നമോ ബ്രഹ്മണ്യ ദേവായ ഗോ ബ്രാഹ്മണഹിതായ ജഗത്തിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ. അല്ലെ, ഗോക്കളെയും ബ്രാഹ്മണർക്കൊക്കെ സംരക്ഷണം നൽകുന്നതാണ്, അവരൊക്കെ സംരക്ഷിക്കുന്നതാണ് ഭഗവാൻ അല്ലെ. അപ്പൊ ഭഗവാന് പ്രിയപ്പെട്ടവരാണ് ബ്രാഹ്മണരും ഗോക്കളൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ പശുക്കളെ അവര് വെള്ളം കുടിക്കുന്നത് തടസ്സപ്പെടുത്തി അല്ലെ. അപ്പൊ അത് വലിയൊരു പാപം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിന് പുത്രഭാഗ്യം ഇല്ലാതായത്.
ലോമശ മഹർഷിയിൽ നിന്നും ഈ വാക്കുകൾ കേട്ട ബ്രാഹ്മണർ ഇപ്രകാരം അപേക്ഷിച്ചു: അല്ലയോ മഹർഷി, പുണ്യപ്രവൃത്തിയുടെ പ്രഭാവത്താൽ പാപപ്രവൃത്തിയുടെ ഫലം അത് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് പുരാണങ്ങൾ പറയുന്നു. അതിനാൽ പാപപ്രതികരണങ്ങളെ ഇല്ലാതാക്കി രാജാവിന് ഒരു മകനെ ലഭിക്കുന്നതിനുള്ള മാർഗം പറഞ്ഞു. ലോമശ മഹർഷി പറഞ്ഞു: ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന പവിത്ര ഏകാദശി രാജാവും പ്രജകളും വിധിയാവണ്ണം അനുഷ്ഠിക്കണം. എന്നിട്ട് പ്രജകളെ ഏവരും തങ്ങൾ നോറ്റ ഏകാദശിയുടെ പുണ്യഫലം രാജാവിന് നൽകണം. ഇപ്രകാരം ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ രാജാവ് സൽപുത്രനാൽ അനുഗ്രഹീതനാകുന്നതാണ്. ഇത് കേട്ട രാജാവിന്റെ ഉപദേഷ്ടാക്കളായ ബ്രാഹ്മണർ ആനന്ദഭരിതരായി. അവർ ലോമശ മഹർഷിക്ക് സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു. അതിനുശേഷം സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചുപോയി അവിടെ രാജാവിനെ കണ്ടു വിവരം ഉണർത്തിച്ചു. അതിനുശേഷം ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി വന്നെത്തിയപ്പോൾ രാജാവും സർവ്വ പ്രജകളും ഈ പവിത്രോപന ഏകാദശി അനുഷ്ഠിക്കുകയും ദ്വാദശി ദിവസം പ്രജകൾ തങ്ങൾക്ക് ഏകാദശി അനുഷ്ഠാനത്തിലൂടെ വന്നു ചേർന്ന പുണ്യഫലത്തെ രാജാവിന് നൽകുകയും ചെയ്തു. ആ പുണ്യ സഞ്ചയത്തിന്റെ പ്രഭാവത്താൽ രാജ്ഞി ഗർഭവതിയാവുകയും അതീവ സുന്ദരനായ ഒരു ആൺ ശിശുവിന് ജന്മം നൽകുകയും ചെയ്തു. അല്ലയോ യുധിഷ്ഠിര മഹാരാജാവേ, ഈ ഏകാദശി വ്രതം ആരെല്ലാം നോക്കുന്നുണ്ടോ അവർ പാപപ്രതികരണങ്ങളിൽ നിന്നും മുക്തരായി ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും അളവില്ലാത്ത ആനന്ദത്തെ പ്രാപ്തമാക്കുന്നു. ഈ ഏകാദശി മഹാത്മ്യം വിശ്വാസത്തോടെ കേൾക്കുന്ന ഒരുവന് പുത്രലാഭത്താൽ ആനന്ദം പ്രാപ്തമാകുകയും അടുത്ത ജന്മത്തിൽ പരമമായ ആധ്യാത്മിക ലോകം പ്രാപിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വേറൊരു വിശേഷ ദിവസം കൂടിയുണ്ട്. ഇന്ന് രാധാ ഗോവിന്ദ ഊഞ്ഞാൽ ഉത്സവം തുടങ്ങുന്നതാണ്. ജുലൻ യാത്ര എന്ന് പറയും. അതിനെക്കുറിച്ച് കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. ശ്രീമതി രാധാറാണിയുടെ ഭൂമിയിലെ ആവിർഭാവം. രാധാകുണ്ടിലെ ഗോവർദ്ധനത്തിൽ ഒരു കാലത്ത് അതിബൃഹത്തായ പുളിമരം നിലനിന്നിരുന്ന സ്ഥലമാണ് ഇംലിത്തല. ജുലന ലീല എന്നറിയപ്പെടുന്ന രാധയുടെയും കൃഷ്ണന്റെയും ഏറ്റവും ആശ്ചര്യകരമായ ഊഞ്ഞാൽ വിനോദങ്ങൾക്ക് രൂപഗോസ്വാമി സാക്ഷ്യം വഹിച്ച സ്ഥലമാണിത്. ഇംലി എന്ന വാക്കിന് പുളി എന്നും തല എന്നാൽ മരം എന്നുമാണ് അർത്ഥം. ഒരിക്കൽ രൂപഗോസ്വാമി രാധാകുണ്ടത്തിൽ തെല്ലുനേരം ചിലവഴിക്കുകയെ ബൃഹത്തായ ഈ പുളിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയുണ്ടായി. ഇവിടെ അദ്ദേഹം ഹരിനാമം ജപിക്കുന്നതിൽ ലയിച്ചു. വളരെ മനോഹരമായി അലങ്കരിച്ച ഒരു ഊഞ്ഞാൽ മരത്തിന്റെ ശാഖയിൽ തൂങ്ങിക്കിടക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. രൂപഗോസ്വാമി ആരാണ്? രൂപമഞ്ജരിയാണ് അല്ലെ, ഭഗവാന്റെ നിത്യലീലയിൽ. ജൂല എന്നും അറിയപ്പെടുന്ന ഈ ഊഞ്ഞാൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് പരസ്പരം അഭിമുഖമായി ഊഞ്ഞാലിൽ ഇരിക്കാവുന്ന തരത്തിലായിരുന്നു. ആകസ്മികമായി ഗോപികമാരോടൊപ്പം രാധയും കൃഷ്ണനും അവിടെ എത്തുന്നത് രൂപഗോസ്വാമി കണ്ടു. കൃഷ്ണൻ ഉടനെ ഊഞ്ഞാലിൽ ഇരിക്കുകയും തുടർന്ന് രാധാറാണിയെ തന്നോടൊപ്പം ഇരിക്കാനായി ക്ഷണിക്കുകയും ചെയ്തു. രാധാറാണി ആദ്യം വിസമ്മതിച്ചു. കാരണം കൃഷ്ണൻ ചിലപ്പോൾ വളരെ പൊക്കത്തിൽ ഊഞ്ഞാലാടും. അത് എപ്പോഴും രാധാറാണിയെ ഭയപ്പെടുത്തും. കൃഷ്ണൻ ഊഞ്ഞാൽ ഇത്രയും ഉയരത്തിൽ എത്തിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്തു. ഗോപികൾ ഊഞ്ഞാൽ സ്വയം തള്ളിവിടുമെന്നും അത്രയും ഉയരത്തിലേക്ക് പോകാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞു. ഏറെക്കുറെ അനുനയിപ്പിച്ച ശേഷം രാധാറാണി അവസാനം എല്ലാവരുടെയും അഭ്യർത്ഥനകൾ അംഗീകരിക്കുകയും കൃഷ്ണനെ അഭിമുഖീകരിക്കുന്ന ഊഞ്ഞാലിൽ ഇരിക്കുകയും ചെയ്തു. ഏവരുടെയും ആനന്ദത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് ഗോപികമാർ ആ ഊഞ്ഞാൽ സാവധാനം മുന്നോട്ടും പിന്നോട്ടും ആട്ടാൻ തുടങ്ങി. ജ്വലന വിനോദങ്ങൾ ആസ്വദിക്കവേ രാധാറാണിയും ഗോപികമാരും സന്തോഷത്തിലും ശാന്തതയിലുമാണെന്ന് കണ്ടപ്പോൾ കൃഷ്ണൻ ഊഞ്ഞാലാട്ടം ക്രമേണ മുകളിലേക്ക് ഉയർത്താൻ തന്ത്രപൂർവ്വം കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ തുടങ്ങി. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഗോപികൾക്ക് മനസ്സിലാക്കുന്നതിന് മുമ്പ് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ഊഞ്ഞാൽ വളരെ ഉയരത്തിലേക്ക് പോവുകയായിരുന്നു. ഊഞ്ഞാലാട്ടം കൂടുതൽ ഉയർന്നപ്പോൾ രാധാറാണി കൃഷ്ണനോട് നിർത്താൻ അപേക്ഷിച്ചു. പക്ഷെ കൃഷ്ണൻ മധുരമായി പുഞ്ചരിച്ചുകൊണ്ട് ഊഞ്ഞാലാട്ടം കൂടുതൽ ഉയരത്തിലെത്തിച്ചു. പെട്ടെന്ന് തന്നെ ഊഞ്ഞാലാട്ടം മരത്തിന്റെ കൊമ്പിന് മുകളിലൂടെ ഒരു മുഴുവൻ വൃത്തത്തിൽ പോകുമെന്ന് തോന്നുന്നത്ര ഉയരത്തിലെത്തി. ആ നിമിഷം രാധാറാണി ഉറക്കെ നിലവിളിക്കുകയും മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സ്വന്തം ജീവൻ നിലനിർത്താനായി കൃഷ്ണന്റെ കഴുത്തിൽ കൈകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ചു. ആ നിമിഷത്തിൽ ഊഞ്ഞാൽ വൃക്ഷക്കൊമ്പിന് മുകളിൽ ഒരു വൃത്താകൃതിയിൽ പോയി മറുവശത്തിറങ്ങി. കൃഷ്ണന്റെ കഴുത്തിൽ രാധാറാണി തന്റെ ജീവൻ കൃഷ്ണനെ മാത്രം ആശ്രയിച്ചെന്ന പോലെ മുറുകെ പിടിച്ചുകൊണ്ട് ശാഖയുടെ മുകളിലൂടെ ഊഞ്ഞാലാടുന്നത് കണ്ട് ഗോപികമാർ അത്ഭുതപ്പെട്ടു. ഒടുവിൽ ഊഞ്ഞാലാട്ടം മന്ദഗതിയിലായപ്പോഴും രാധാറാണി കൃഷ്ണന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചിരുന്നു. ഒരിക്കലും വിട്ടുപോകാൻ അനുവദിക്കില്ല എന്ന മട്ടിൽ രാധാറാണി കൃഷ്ണനെ ആശ്ലേഷിക്കുന്നത് കണ്ട് ഗോപികമാർ ആനന്ദസാഗരത്തിലാറായി. യുഗളകിശോര ജോഡിയുടെ അവിശ്വസനീയവും അസാധാരണമായ വിനോദങ്ങളെ പ്രശംസിച്ചുകൊണ്ട് അവരെല്ലാം ചിരിക്കാനും കൈകൊട്ടാനും തുടങ്ങി. അതേ നിമിഷം സംഭവിച്ചതെല്ലാം നിരീക്ഷിച്ച രൂപഗോസ്വാമിയുടെ ശരീരത്തിലൂടെയും മനസ്സിലൂടെയും ആഹ്ലാദത്തിന്റെ തിരമാലകൾ ഒഴി അദ്ദേഹം പെട്ടെന്ന് ബോധശൂന്യനായി നിലംപതിച്ചു. ഒടുവിൽ ബോധം വീണ്ടെടുത്തപ്പോൾ രാധയും കൃഷ്ണനും അവരുടെ സുഹൃത്തുക്കൾക്കൊപ്പം പോയതായി അദ്ദേഹം കണ്ടു. പക്ഷെ ഊഞ്ഞാൽ ഇപ്പോഴും മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഊഞ്ഞാലാട്ടത്തിന്റെ ശക്തിയിൽ ശാഖ പൂർണ്ണമായി വളഞ്ഞിരിക്കുന്നത് അദ്ദേഹം അത്ഭുതത്തോടെ ശ്രദ്ധിച്ചു. കെട്ടുപിണഞ്ഞ ഈ പുളിമരം
വളരെ പ്രസിദ്ധമായി തീർന്നു. രാധ കൊണ്ട് സന്ദർശിക്കുന്ന ഓരോ തീർത്ഥാടകനും ഇംലിത്താലിയുടെ ദർശനത്തിന് പോകുമായിരുന്നു. നിർഭാഗ്യവശാൽ 70കളുടെ മധ്യത്തിൽ ഈ പുളിമരം ഒടുവിൽ ഒരു കുറ്റി മാത്രമായി അവശേഷിച്ചു. എന്നിരുന്നാലും ഇപ്പോഴും ഇവിടെ എത്തുന്ന തീർത്ഥാടകർ അവരുടെ പ്രണാമങ്ങൾ അർപ്പിക്കാനും രൂപ ഗോസ്വാമി സാക്ഷ്യം വഹിച്ച അവിശ്വസനീയമായ ഊഞ്ഞാൽ വിനോദം ഓർമ്മിക്കാനും അവിടെ പോകുന്നു. ആ ഭഗവാന്റെ ആ ലീലകളാണല്ലേ. രൂപ ഗോസ്വാമിക്ക് ഇതൊക്കെ കാണാനായിട്ട് സാധിക്കും അല്ലെ. രൂപ ഗോസ്വാമി ആരാണ്? ഭഗവാന്റെ നിത്യലീലയുള്ള മഞ്ചരിയാണല്ലേ, രൂപമഞ്ചരിയാണ്. അപ്പൊ അതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ വൃന്ദാവനത്തിൽ തന്നെ അവിടെയുള്ള എല്ലാ മരങ്ങളും അതൊക്കെ ആരാണ്? ശുദ്ധ വൈഷ്ണവരാണെന്ന് പറയും. അതിനെയൊന്നും ഒരിക്കലും മുറിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും പോയാൽ അവിടെ യമുനയുടെ തീരത്ത് അവിടെ ഇംലിറ്റാൽ എന്ന് പറയുന്ന അവിടെ പുളിമരമുണ്ട്. അവിടെ മുറിച്ചിട്ട് പകുതി മുറിച്ചിട്ട് അതിൽ നിന്നും അവിടെ ഒരു ലീല നടന്നിട്ടുണ്ടായിരുന്നു. ആ പുളിമരം മുറിക്കുമ്പോൾ അതിൽ നിന്നും രക്തം വരികയുണ്ടായി. അങ്ങനെ ആ രാജാവ് അത് മുറിക്കുന്നത് തടയുകയുണ്ടായി. ഇപ്പോഴും ആ പോയി കഴിഞ്ഞാൽ ആ പുളിമരം മുറിച്ചതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ കാണാൻ സാധിക്കും. ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ലീലയിൽ ചൈതന്യ മഹാപ്രഭു ആ പുളിമരത്തിന്റെ കീഴിൽ പോയിരിക്കും. അങ്ങനെ ആ രാധാകൃഷ്ണന്മാരുടെ ലീലകളെ കുറിച്ച് ഓർക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആചാര്യന്മാരൊക്കെ പറയുന്നു. ഓ അങ്ങനെ ആ ഭഗവാനും രാധാറാണിയും നടന്നിട്ടുള്ള ആ ഊഞ്ഞാലുത്സവം അത് നമ്മൾ ഇസ്കോണിന്റെ ക്ഷേത്രങ്ങളിലൊക്കെ ആഘോഷിക്കുന്നു. നമ്മുടെ ഇസ്കോൺ ബാംഗ്ലൂരും ആ ചുലൻ യാത്രയൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ജന്മാഷ്ടമിയോട് അനുബന്ധിച്ച് അഭിഷേകം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാം ഭക്തന്മാർക്കൊക്കെ. പിന്നെ ജുലൻ ഉത്സവം അത് നടത്തുന്നുണ്ട്, അതിലും നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാം. അവിടെ നേരിട്ടും പങ്കെടുക്കാം, ഓൺലൈനിലൂടെ ഒക്കെ പങ്കെടുക്കാം. അതിനെക്കുറിച്ച് ഗ്രൂപ്പിൽ നിങ്ങൾ കൂടുതലായിട്ട് അറിയിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ വിശേഷണങ്ങളുള്ള ദിവസമാണ് ഇന്ന്. ഏകാദശിയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് കൂടുതൽ ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭക്തി സേവനങ്ങളൊക്കെ ചെയ്യാം, ശ്രീമദ് ഭഗവത്ഗീത ഭാഗവതൊക്കെ പാരായണം ചെയ്യാം. ഹരേ കൃഷ്ണ. പ്രഭുപാദ की जय, गुरु महाराज की जयंती, गौरव प्रेमानंद हरे वंदराज श्रीमद् भागवतम की जय. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നടുത്ത ഭാഗങ്ങൾ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ